ട്രേഡേഴ്സ് ഞാൻ മാർക്കറ്റിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. എടുത്തപ്പോൾ തന്നെ നമുക്ക് ഫേവറായിട്ടാണ് മാർക്കറ്റ് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ഫിക്സ് ചെയ്യാം. 809 നമുക്ക് എൻട്രി കിട്ടിയത്. അപ്പോൾ 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പം ഓക്കെ, ഞാൻ ഏതായാലും ടാർഗറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം നമ്മളുടെ 940 ക്യാൻഡിൽ ഫോമായി. ഞാൻ ലൈനുമൊക്കെ ഡ്രോ ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ എൻ്റെ ഒരു കൺവിക്ഷൻ എന്തായിരുന്നു, ഉറപ്പായിട്ടും ഡൗൺ സൈഡ് മൊമെൻ്റ് ആയിരുന്നു കൺവിക്ഷൻ. പക്ഷേ ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിന് ശേഷം മാത്രമാണ് ഞാനൊരു ഒരു 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 ഡൗൺവേർഡ് മൊമെൻറ്റം പ്രതീക്ഷിച്ചത്. സോ അതാണ് ഞാൻ ആ ഒരു സമയത്ത് നമ്മളുടെ ക്യാൻഡിലിൽ ഫോർമേഷന് ശേഷം ഞാൻ ട്രേഡ് എടുക്കായിരുന്നു. പക്ഷേ അവിടെ നിന്ന് വളരെ നല്ലൊരു ഫോൾ ആണ് കിട്ടിയത്. ഇപ്പോൾ അവിടെ ആരെങ്കിലുമൊക്കെ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ലൊരു പ്രോഫിറ്റ്, ഒരു 200 പോയിൻറ്റ്സിൻ്റെ മറ്റോ പ്രോഫിറ്റ്, പോയിൻറ്റ്സിൻ്റെ ഫോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ. ഇപ്പോൾ നമ്മൾ ഏതായാലും ബൈ ചെയ്തത് 300ൻ്റെ പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത്. വളരെ വളരെ ചെറിയ ഒരു സ്കാൽപ്പിംഗ് പോലെ. സ്കാൽപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല, 100 പോയിൻറ്റ്സൊക്കെ ഒരിക്കലും സ്കാൽപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും പെട്ടെന്ന് ടാർഗറ്റ് എടുക്കുക, ഇറങ്ങുക എന്നുള്ളതാണ്. കാരണം ഇന്നലെ മാർക്കറ്റ് വളരെ ഭയങ്കര ഫോളായിരുന്നു. മിനിങ്ങാന്ന് ഒരു സൈഡ് വേസ് പോലെ ബിഹേവ് ചെയ്തു. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് ഞാൻ താഴോട്ട് പോവുകയാണെന്ന് കാണിച്ചിട്ട് പിന്നൊരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടാൻ ചാൻസാണ്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നലെ ഒരാൾ കമൻ്റ് ഇട്ട് ചോദിച്ചായിരുന്നു, ഈ ചൈനയിൽ വൈറസ് കണ്ടുകൊണ്ടാണോ അങ്ങനെ ഇത്രയും ഫോള് മാർക്കറ്റിൽ സംഭവിക്കുന്നതെന്ന്. ഓഫ് മൈ പോയിൻ്റ് ഓഫ് വ്യൂ ഒരിക്കലും അല്ല. കാരണം അതൊക്കെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലോ എവിടെയെങ്കിലും ഇതൊക്കെ ചായെന്ന് പറഞ്ഞാൽ മാത്രമേ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇത് എക്സാക്ട്ലി ഒരു റിട്രേസ്മെൻ്റ് ആണ്. ഇതൊരു 50 ഞാൻ മറന്നുപോയി, ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ലെവലിൽ ഞാൻ വേണമെങ്കിൽ ആ ലെവൽ കാണിച്ചു തരാം. ആ ഒരു ലെവലിന് വരെ മാർക്കറ്റ് ഒരു ഡൗൺഫോൾ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുള്ളൂ. അത് കഴിഞ്ഞാൽ ഇതൊരു പക്ക റിട്രേസ്മെൻ്റ് ആണ്. ഇതൊരു ഫിബോയുടെ 0.6 ലെവലിലേക്കുള്ള മാർക്കറ്റിൻ്റെ ഒരു റിട്രേസ്മെൻ്റ് ആണ്. സോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇന്ന് ഹോൾഡ് ചെയ്യാം. കാരണം അതിപ്പം ഏറ്റവും അടുത്ത ലെവലാണ്. അപ്പം പക്ഷേ ഞാനത് ഹോൾഡ് ചെയ്യുന്നില്ല. കാരണം ഇന്നലെ അത്രയും ഫോൾ കിട്ടിയതുകൊണ്ട് ഇന്നും മാർക്കറ്റ് വീഴുമെന്ന് വിചാരിച്ച് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, മനസ്സിലായോ, സെൽ ചെയ്ത് വെച്ചുകൊണ്ട്. സോ അങ്ങനെയുള്ള സമയത്ത് ഒരിക്കലും മാർക്കറ്റ് താഴത്തോട്ട് വീഴില്ല. ജസ്റ്റ് ഞാൻ താഴോട്ട് പോവാണ്, വരൂ എല്ലാവരും സെൽ ചെയ്തോളൂ എന്ന് പറയുന്നു. എല്ലാവരും സെൽ ചെയ്യുന്നു, അവിടെ ഒറ്റ കറക്കായിരിക്കുക. ഓക്കെ ട്രേഡേഴ്സ്, നമുക്കിപ്പോൾ ഒരു 5000 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിച്ചായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിയുവാണെങ്കിലും നമ്മൾ ലോസ് ഏതായാലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഓക്കെ 6000, 6200, 6600, 850, 1 വരെ 47, 850, 1 വരെ കാണിച്ചായിരുന്നു. നമ്മളുടെ ടാർഗറ്റ് വെച്ചിരിക്കുന്ന 859 52, 53 ഓക്കെ 7000 പ്ലസ് പ്രോഫിറ്റ്. ഇനിയിപ്പോൾ ഈ ട്രേഡിൽ നമുക്ക് ലോസ് ഇല്ല ട്രേഡേഴ്സ്. ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെങ്കിലും നമ്മളൊരു കോസ്റ്റിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു 500 റുപ്പീസോ 800 റുപ്പീസോ വല്ലതും ഒരു ഗ്രീനിൽ തന്നെ. കോസ്റ്റും നമ്മളുടെ ടാക്സും ടാക്സും ബ്രോക്കറേജും കൊടുത്തിറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ട്രേഡിൽ നമുക്ക് വളരെ സിമ്പിളാണ്, വേണമെങ്കിൽ റിലാക്സ് ചെയ്തിരിക്കാം. നമ്മളുടെ ടാർഗറ്റ് ഏതായാലും കൊടുത്തു 54. തൊട്ടടുത്ത് എത്തിയിട്ട് മാർക്കറ്റ് അവിടുന്ന് തിരിയുകയാണല്ലോ ദൈവമേ. 40 ആയി, വീണ്ടും 54 വരെ പോയതായിരുന്നു. ഏകദേശം ഒരു 4 to 5 പോയിൻറ്റ്സ്. 3000 നല്ല കുറഞ്ഞു. വേണമെങ്കിൽ ഒരു 1000 എങ്ങാനും ലോസ് കാണിക്കുവാണെങ്കിൽ ഗ്രീൻ 1000 എല്ലാം വരുവാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റിനെ ടാർഗറ്റ് വെച്ചിരിക്കുന്നതിനെ എഡിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് ആക്കിയേക്കാം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. കാരണം 5000 പ്ലസിൻ്റെ പ്രോഫിറ്റ് കാണിച്ചതിന് ശേഷം ശരിക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. 6000 സംതിങ് 7000 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിച്ചായിരുന്നു. ഒരു 5 പോയിൻറ്റ്സ് സംതിങ്ങിൻ്റെ അവിടെ നിന്നാണ് മാർക്കറ്റ് ഇപ്പോൾ തിരിഞ്ഞത്.
ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, ഗെയിം കയറി വരുന്നുണ്ട്. 837, 37, 33. ഫൈൻ. 2000. ഓക്കെ, ഏരിയ ആണ് നമ്മളുടെ ടാർഗറ്റ് ഏരിയ. വളരെ ക്ലോസ് ആയി നമ്മളുടെ ടാർഗറ്റിൻ്റെ അടുത്ത്. ഓക്കെ, 853, 856. തൊട്ടടുത്തെത്തിയിട്ട് റിവേഴ്സ് ആവാതെ ഇരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, 7000, ഏകദേശം 7000 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കുന്ന ട്രേഡേഴ്സ്. ഓക്കെ, നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. 7400 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രേഡ് എടുത്ത ഏരിയയും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താ, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡലിന് ശേഷം മാർക്കറ്റ് അവിടുന്ന് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടുന്ന് ഇമീഡിയറ്റ്ലി പെട്ടെന്ന് ട്രേഡ് എടുക്കുമായിരുന്നു. ജസ്റ്റ് ഒരു 38 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസും 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ്. എന്താ, ഈ ഒരു ലെവൽ പ്രീമിയം പെട്ടെന്ന് ഹൈപ്പ് കിട്ടി. നമുക്ക് നമ്മളുടെ ടാർഗറ്റ് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ സാധിച്ചു. 10-15 എടുത്തു. 10-26 നമ്മൾ നമ്മളുടെ ടാർഗറ്റും ബുക്ക് ചെയ്തു.